ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KT-യുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തേർഡ് സെമിസ്റ്റർ മോഡ്യൂൾ 3 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ടോർഷണൽ ഡീഫോർമേഷൻ, ടോർഷൻ ഫോർമുലയുടെ ഡെറിവേഷൻ, പോളർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ബേസിക് ഷാഫ്റ്റ് ഡിസൈൻ, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളും ഷാഫ്റ്റ്സിൻ്റെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൽ നമ്മൾ ടോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം അതിൽ ഡീഫോർമേഷൻ വരുന്നു, എത്രത്തോളം ആംഗിളിൽ അത് ഡീഫോം ആവണു, എത്രത്തോളം ഷിയർ സ്ട്രെസ് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഷാഫ്റ്റിൽ നമ്മളൊരു Δx തിക്നെസ് ഉള്ള ഒരു ഡിസ്ക് അസ്യൂം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷാഫ്റ്റിൽ തന്നെ. ആ ഡിസ്ക് എക്സ് ഡിസ്റ്റൻസ് എന്നാണ് ഒറിജിൻ നമ്മളിവിടെ പുറകെ എടുത്തിട്ടുണ്ട്. ZY ആക്സിസ് മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ്, അതാണ് ഒറിജിൻ. പിന്നെ ഷാഫ്റ്റിൻ്റെ ആക്സിസാണ് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്കിൽ ഒരു ആക്സിസിൽ നിന്ന് റോ ഡിസ്റ്റൻസ് ദൂരെയുള്ള ഒരു സ്മോൾ എലമെൻറ്റിൽ ടോർഷൻ അപ്ലൈ ചെയ്യണത് കാരണം എത്രത്തോളം ഡീഫോർമേഷൻ വരുന്നുണ്ട് എന്നാണ് ഈ കൊടുത്തിരിക്കുന്ന സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ എലമെൻറ്റിൻ്റെ എൻലാർജ് വ്യൂ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ DB എന്നുള്ള പോർഷൻ ടോർഷൻ ഇങ്ങനെ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്മോൾ എലമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ BD എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഈ എലമെൻറ്റ് ഒറിജിനലി ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നുള്ള ആംഗിളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ആ എലമെൻറ്റ് ഷാഫ്റ്റിൻ്റെ ആക്സിസിൽ നിന്നുണ്ടാക്കുന്ന ആംഗിളും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഗാമ ഈക്വൽ ടു റോ ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇത് നമുക്ക് കണ്ടെത്താൻ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ച ഫോർമുലയാണ്. റേഡിയൻസ് ഇപ്പോൾ ഒരു ആർക്ക് ലെങ്ത്തും റേഡിയസും തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ആർക്ക് എടുത്തിരിക്കുന്നത് DB ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ ഗാമ എടുത്തിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ Δφ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗാമ ഈക്വൽ ടു എങ്ങനെ റോ ബൈ സി ഗാമ മാക്സ് എന്ന് എടുത്തിരിക്കണമെന്ന്. ഓക്കെ, ഇവിടെ ഒരു ഷാഫ്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് എൻലാർജ് വ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ നോക്കുക, ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ അപ്ലൈ ചെയ്യണ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഷാഫ്റ്റിൻ്റെ ഫേസിൽ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഷാഫ്റ്റിൽ അപ്ലൈ ആവുന്ന ടോർക്ക് നമ്മൾ തമ്പ് പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറക്ഷനായിരിക്കും. അതായത് ഷിയറിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഷിയറിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ഡയറക്ഷൻ ആ ആക്സിസിലൂടെ പോയിൻ്റ് ചെയ്യുന്ന തമ്പിൻ്റെ ഡയറക്ഷനിലോടായിരിക്കും. ഇനി നമുക്ക് ടോർക്ക് എങ്ങനെ കിട്ടുക? ടോർക്ക് മൊമെൻറ്റിൻ്റെ അതേ ഫോർമുലയാണ് ടോർക്കിന്. അപ്പോൾ ഈ ഒരു സ്മോൾ എലമെൻറ്റ് DA ഏരിയ ഉള്ള ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്ലൈ ആവുന്ന ഷിയർ ഫോഴ്സ് ടോ ആണ്. അത് ആക്സിസിൽ നിന്ന് റോ ഡിസ്റ്റൻസ് ദൂരെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഏറ്റവും എൻഡിലുള്ള എലമെൻറ്റിൽ അപ്ലൈ ആവുന്ന ഫോഴ്സാണ് ടോ മാക്സ്. അപ്പോൾ നമ്മൾ ആക്സിസിന് എത്രത്തോളം ദൂരെ വരുന്നു അത്രത്തോളം ഷിയർ ഫോഴ്സ് കൂടിക്കൊണ്ട് വരും. അപ്പോൾ അതിൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് എന്തായിരിക്കും? ടോർക്ക് എന്തായിരിക്കും? ഈ എലമെൻറ്റിൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ ഷാഫ്റ്റിൻ്റെ റേഡിയസ് C. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും മേലുള്ള ടോർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ DA ഏരിയ ഉള്ള എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് ഷിയർ സ്ട്രെസ് ടൈംസ് ഏരിയ, അതാണ് ടോ DA. അത് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ എലമെൻറ്റിലുള്ള ടോർക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ ക്രോസ് സെക്ഷനിലുള്ള ടോർക്ക് കിട്ടും. ആ ഫോർമുലയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. T = റോ ഇൻറ്റു ടോ DA.
ടോ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. മുമ്പ് നമ്മളിവിടെ ഗാമ ഈക്വൽ ടു റോ ബൈ സി ഗാമ മാക്സ് കണ്ടുപിടിച്ചു. ഈ ഗാമ എന്ന് പറയുന്നത് എന്താ? ഷിയർ സ്ട്രെയിനാണ്. നമുക്കറിയാം ഷിയർ സ്ട്രെയിനും ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ ഇവിടെ നിന്ന് കൊടുത്ത് നോക്കുക. ഇവിടെ നിന്ന് കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല കിട്ടും. ടോ ഈക്വൽ ടു റോ ബൈ സി ടോ മാക്സ് കിട്ടും. അപ്പോൾ ഇനി അതിവിടെ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി ടോ മാക്സ് ടി ഈക്വൽ ടു ടോ മാക്സ് ബൈ സി ഇൻ്റഗ്രൽ റോ സ്ക്വയർ ഡി എ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. റോ സ്ക്വയർ ഡി എ നമുക്ക് തരുന്നത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ടി ഇൻറ്റു സി ബൈ ജെ, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അത് നമ്മൾ എടുക്കുന്ന ഷാഫ്റ്റ് അനുസരിച്ചിരിക്കും പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേരി ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോ മാക്സ് ആണ്. അപ്പോൾ മാക്സിമം, അതായത് ഈ ഷാഫ്റ്റിൽ ഏറ്റവും എൻഡിലുള്ള ഒരു എലമെൻറ്റിൻ്റെ മേലെ അപ്ലൈ ആവുന്ന ഷിയർ, മാക്സിമം ഷിയർ. ഇനി നമുക്ക് ആക്സിസിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ള എലമെൻ്റ് ആണെങ്കിൽ അത് ടോ മാക്സിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ടോ എന്ന് എടുക്കുന്നുണ്ട്. ആ ടോ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് സി എന്ന് പറയുമ്പോൾ മാക്സിമം റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് എലമെൻറ്റ് ഏത് റേഡിയസിലാണോ അതെടുത്താൽ മതി. അപ്പോൾ ടോ ഈക്വൽ ടു ടി റോ ബൈ ജെ. ഇനി ഈ പറഞ്ഞ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ജെ, അത് നമ്മൾ സോളിഡ് ഷാഫ്റ്റിൽ സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ജെ ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു സി റേസ് ടു 4. ഈ സി എന്ന് പറയുന്നത് ഇവിടെ ഷാഫ്റ്റിൻ്റെ റേഡിയസ് ആണ്, ഡയമീറ്റർ അല്ല, ശ്രദ്ധിക്കണം, റേഡിയസ് ആണ്. ഡയമീറ്റർ ആണെങ്കിൽ അതനുസരിച്ച് ഇവിടെ ഫോർമുല മാറ്റി കൊടുത്താൽ മതി. ഇത് എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കണം എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അത് ഹോളോ ഷാഫ്റ്റ് അല്ലെങ്കിൽ ട്യൂബുലർ ഷാഫ്റ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ നോക്കിയത് ഒരു സോളിഡ് ഷാഫ്റ്റാണ്. ഇനി ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നടുക്കിലൊരു ഏരിയ ഉണ്ടാവില്ല, ഫുൾ ലെങ്ത്തിൽ ആ ഒരു ഏരിയ ഉണ്ടാവില്ല, അതായത് ഈ ഒരു തിക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 റേഡിയസ് കിട്ടും, ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും. അങ്ങനെയാണെങ്കിൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സി ഔട്ടർ അതിൻ്റെ പവർ ടു ദ 4 മൈനസ് സി ഇന്നർ ടു ദ പവർ 4. ഇതിൽ ഈ ഫോർമുലയിൽ ട്യൂബുലർ ഷാഫ്റ്റ് ആണെങ്കിലും സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിലും പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പവർ ട്രാൻസ്മിഷൻ ഇൻ ഷാഫ്റ്റ്സ് ആണ്. നമുക്കറിയാം ഒരു മെഷീനറിയിൽ ഡെവലപ്പ് ആവുന്ന പവർ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഷാഫ്റ്റ്. അപ്പോൾ ഇതിൽ 2 തരം ഷാഫ്റ്റും യൂസ് ചെയ്യാറുണ്ട്. റെഗുലർ ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റ് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ഷാഫ്റ്റിലൂടെ എത്രത്തോളം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പി ഈക്വൽ ടു ടി ഡി തീറ്റ ബൈ ഡി ടി. പി ആണ് ഇവിടെ പവർ, ക്യാപിറ്റൽ ടി ടോർക്ക്. ഡി തീറ്റ ബൈ ഡി ടി നമുക്ക് ആംഗുലർ വെലോസിറ്റി ആണെന്ന് അറിയാം. അതിന് അപ്പോൾ നമുക്ക് ഒമേഗ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പി ഈക്വൽ ടു ടി ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി ഈക്വൽ ടു ടി ഒമേഗ എന്നുള്ളൊരു ഫോർമുല ഡയറക്റ്റായി ഉപയോഗിക്കണമെങ്കിൽ ടോർക്ക് ന്യൂട്ടൺ മീറ്ററിലായിരിക്കണം തന്നിരിക്കുന്നത്. അതേപോലെ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കണം തന്നിരിക്കുന്നത്. ഒമേഗ വേറെ യൂണിറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. ഇനി അല്ല ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2πf, വേർ എഫ് ഇസ് ദ ഫ്രീക്വൻസി, അതും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പി ഈക്വൽ ടു 2πf ഇൻറ്റു ടി, അതും ഉപയോഗിക്കാൻ പറ്റും, ആ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. ഷാഫ്റ്റ് ഡിസൈൻ, ഓക്കെ, ടോർക്ക്. ഇപ്പോൾ ഈ പവറിൻ്റെ ഫോർമുല, ഇപ്പോൾ പവർ അറിയാമെങ്കിൽ ഈ പവറിൻ്റെ ഫോർമുല വെച്ച് തന്നെ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കുക, റീഅറേഞ്ച് ചെയ്തിട്ട് ടി ഈക്വൽ ടു 2 p/ω എന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ടി അറിയാം, നമുക്ക് ഷാഫ്റ്റിലുള്ള മാക്സിമം അലവബിൾ ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് J/C ഈക്വൽ ടു T/τ അലവബിൾ, ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റേഡിയസ് എത്രത്തോളം മിനിമം റേഡിയസ് വേണം ഷാഫ്റ്റിൻ്റെ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജെയുടെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ സിയും ഇവിടെ രണ്ട് തരം ഷാഫ്റ്റും നമുക്ക് ഹോളോ ഷാഫ്റ്റിനും ഈ ഫോർമുല ഉപയോഗിക്കാം, സോളിഡ് ഷാഫ്റ്റിനും ഈ ഫോർമുല ഉപയോഗിക്കാം.
ഇനി ഇതിനൊരു എക്സാമ്പിൾ പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് used to transmit power of 3750 watts from the motor. If the shaft rotates at 175 RPM, ഇവിടെ കണ്ടോ ഒമേഗ നമുക്ക് തന്നിരിക്കുന്നത് ആർ പി എമ്മിലാണ്. അപ്പോൾ ഈ ആർ പി എം നമുക്ക് പക്ഷേ മറ്റേ ഫോർമുലയിൽ P=T ഒമേഗ ഫോർമുലയിൽ ഉപയോഗിക്കണമെങ്കിൽ അവിടെ റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കണം T തന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ ഒരു ചെറിയ കൺവേർഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. മാക്സിമം അലവബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമൈൻ ദ റിക്വയർഡ് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, പി നമുക്ക് തന്നിട്ടുണ്ട്, ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഇത് ഫോർമുലയിൽ യൂസ് ചെയ്ത് P=T ഒമേഗ ഫോർമുലയിൽ യൂസ് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ടിയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ ടോർഷൻ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെതാ ജെയുടെ ഫോർമുല ഇട്ടുണ്ട്, π/2 c⁴ J/c = T/τ. അവിടെ ഇക്വറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും, C = 10.92. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡയമീറ്ററാണ്. അപ്പോൾ 2 ടൈംസ് ചെയ്യുക ആൻഡ് അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇവിടെ കിട്ടുന്ന ഡെസിമലിനെക്കാട്ടിലും വലിയ നമ്പറിലോട്ടേ റൗണ്ട് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 21.84 കിട്ടി കഴിഞ്ഞാൽ 22 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 21.5 21 ആയിട്ട് റൗണ്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് ഈ മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവരും വൃത്തിക്ക് പഠിക്കണം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷനാണ്. അപ്പോൾ ലോഡ് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ലോഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സാധാരണ ലോഡിൻ്റെ സപ്പോർട്ട്സിൽ എവിടെയെങ്കിലും ആയിരിക്കും പോസിറ്റീവ് ലോഡ്സ് വരിക. ഇനി അതല്ലെങ്കിലും മുകളിലോട്ടുള്ള പോസിറ്റീവും താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡൊക്കെ നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുക. ഇവിടെ ഷിയറിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ലെഫ്റ്റിൽ സപ്പോർട്ടുള്ള ഒരു ബീം, ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നതാണ്, ലെഫ്റ്റിൽ സപ്പോർട്ടുള്ളൊരു ബീം നമ്മൾ റൈറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്താണ് സെക്ഷൻ ചെയ്യണതെങ്കിൽ താഴോട്ടുള്ള ഷിയർ ക്ലോക്ക് വൈസ് ഷിയർ പോസിറ്റീവും ഡൗൺവേർഡ് ഷിയർ പോസിറ്റീവും, പിന്നെ റൈറ്റ് എൻഡിൽ ആണ് സപ്പോർട്ടഡ് ബീം നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ സെക്ഷൻ ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഷിയർ പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. മൊമെൻറ്റും അതേപോലെ തന്നെ ഇപ്പോൾ സപ്പോർട്ടിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മളൊരു പോയിന്റിലാണ് സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവും, അതല്ലെങ്കിൽ വേറെ കേസാണെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ടും എടുക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടും യൂസ് ചെയ്യണമെന്നില്ല. ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് തന്നെ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഡ്രോ ദ ഷിയർ ആൻഡ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ബീം ഷോൺ. അപ്പോൾ ഈ ബീമിൽ ലെഫ്റ്റ് എൻഡ് പിൻ സപ്പോർട്ടഡ് ആണ്, റൈറ്റ് എൻഡ് റോളർ സപ്പോർട്ടഡ് ആണ്. ഇതിൽ ഈ ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീമിൻ്റെ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഏതൊരു ക്വസ്റ്റ്യൻ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സപ്പോർട്ടിലുള്ള റിയാക്ഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ബേസിക് മെക്കാനിക്സിൻ്റെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. WL/2 രണ്ട് സപ്പോർട്ടിലും അപ്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ ആ സെക്ഷൻ ചെയ്യേണ്ടത്. സെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ സപ്പോർട്ടുണ്ട്. നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റിൽ ഈ ബ്ലൂ ലൈൻ വെച്ച് ഈ ബീമിനെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റിൽ നിന്നും സോൾവ് ചെയ്യാൻ പറ്റും, റൈറ്റിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ സോൾവ് ചെയ്താൽ മതി. ലെഫ്റ്റിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലൂ ലൈൻ വെച്ച് ഞാൻ ഇതിനെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി x=0 എന്ന് പറയുന്നത് ഈ A ആയിരിക്കും സപ്പോർട്ട്. x=L എന്ന് പറയുന്നത് B സപ്പോർട്ടായിരിക്കും, ബീമിൻ്റെ ലെങ്ത്ത് L. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. x=0 to x=L ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ദൂരത്തിലാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എയിൽ നമുക്കറിയാം WL/2 അപ്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, WX ഡൗൺവേർഡ് ഫോഴ്സ്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് നമുക്കൊരു പോയിൻ്റ് ലോഡായിട്ട് ബീമിൻ്റെ സെൻറ്ററിലായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ എടുത്തു. അറ്റ് എ ഡിസ്റ്റൻസ് x/2 ഫ്രം എനി വൺ എൻഡ്. ഇവിടെ എന്ന് x/2 ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷനിൽ നിന്നും x/2 ഡിസ്റ്റൻസ് തന്നെ. ആ ലോഡ് WX എന്നുള്ള ലോഡ് മിഡ് പോയിൻറ്റിലാണല്ലോ ആക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഡൗൺവേർഡ് ഉള്ള ഷിയർ പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ള മൊമെൻറ്റ് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം. എന്താ ഇവിടെ നമ്മൾ എയിൽ നിന്ന് റൈറ്റിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൈൻ കൺവെൻഷൻ. ഇനി ഇവിടെ ഫോഴ്സസ് എല്ലാം ഉണ്ട്. ഈ ഫോഴ്സസ് എല്ലാം വെച്ച് നമുക്ക് വിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഉള്ള ഫോഴ്സസ് ഒക്കെ y ഡയറക്ഷനിലാണ്. അപ്പോൾ സിഗ്മ Fy = 0 അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിനൊരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്, W × L/2 - x. ഇനി അതേപോലെ മൊമെൻറ്റ് ഏതെങ്കിലും ഒരു പോയിൻറ്റിന് അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എമ്മിൻ്റെ ഇക്വേഷനും കിട്ടും. സിഗ്മ M = 0 അതിൽ നിന്ന് എമ്മിൻ്റെ ഇക്വേഷൻ കിട്ടും, W/2 × Lx - x². സോൾവ് ചെയ്താൽ മതി, ഇത് കിട്ടും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഇട്ട് നോക്കണം. ഈ ഇക്വേഷൻസിൽ നമ്മൾ x = 0, x = L/2, x = L ഒക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ ഡയഗ്രാം വരയ്ക്കേണ്ടതെന്ന്. ഇവിടെ നമുക്ക് നോക്കാം, വിൻ്റെ ഇക്വേഷനിൽ x = 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ v = WL/2 കിട്ടും. അതായത് x = 0 പറയുമ്പോൾ പോയിൻ്റ് എയിൽ WL/2 ആണ് കിട്ടുന്നത്. അത് തന്നെയാണ് നമുക്കിവിടെ റിയാക്ഷൻ സപ്പോർട്ടും കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി അതേപോലെ x = ഇങ്ങനെ റൈറ്റിലോട്ട് പോയി x = L/2 എത്തുമ്പോൾ ഇവിടെ നമ്മൾ x = L/2 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, L/2 - L/2 0 ആകുമ്പോൾ v = 0. അപ്പോൾ L/2ൽ ഈ ഫുൾ ബീമിൻ്റെ മിഡ് പോയിൻറ്റിൽ നമ്മുടെ ഷിയർ 0 ആയിരിക്കും. അപ്പോൾ എയിൽ x = 0, അതായത് പോയിൻ്റ് എയിൽ WL/2 കിട്ടി. അങ്ങനെ റൈറ്റിലോട്ട് പോയി x = L/2 എത്തുമ്പോൾ 0 ആവുന്നുണ്ട്. ഇനി അതേപോലെ x = L കൊടുക്കുമ്പോൾ, അതായത് പോയിൻ്റ് ബി റൈറ്റ് മോസ്റ്റ് സപ്പോർട്ടിൽ x = L കൊടുക്കുമ്പോൾ ഇത് -WL/2 ആവും, -WL/2. അപ്പോൾ ആ പോയിൻറ്റ്സിനൊക്കെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുമ്പോഴാണ് ഈ ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഇത് കാരണം എക്സിൻ്റെ പവർ ഇവിടെ 1 ആണല്ലോ, വേരിയബിളിൻ്റെ പവർ 1 ആണ്. അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തു. അതാണ് നമ്മുടെ ഷിയർ ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് ഇവിടെ അറിയാം. അതായത് എക്സിൻ്റെ പവർ 2 ആണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് പാരബോളിക് ഷേപ്പിലായിരിക്കും ഗ്രാഫ് കിട്ടേണ്ടത്. ഇപ്പോൾ ക്യൂബാണെങ്കിൽ x³ ഷേപ്പിലായിരിക്കും ഗ്രാഫ് കിട്ടുക. അതേപോലെ ഇവിടെ വി നമുക്ക് ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വിൻ്റെ ഷേപ്പ് പാരബോളിക് ഷേപ്പായിരിക്കും. ഓക്കെ, ഇവിടെ x = 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. ഇത് ഫുള്ളും 0 ആവും. അപ്പോൾ 0 കിട്ടും. അതേപോലെ x = L കൊടുത്താലും ഇവിടെ 0 കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. x = 0, x = L രണ്ട് പോയിൻറ്റ്സിലും 0 ആണ്. ഇനി x = L/2 കൊടുത്ത് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് WL²/8 പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് y ആക്സിസിൽ നമ്മൾ WL²/8 മാർക്ക് ചെയ്യുന്നു. 3 പോയിൻറ്റ്സിനെയും ഒരു പാരബോളയുടെ ഷേപ്പിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തം സോൾവ് ചെയ്യാവുന്നതാണ്. എൻ്റെ സൊല്യൂഷൻ അതിൽ കാണിച്ചു തരാം. എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൽ സൊല്യൂഷൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. യൂണിഫോംലി ഇൻക്രീസിങ് ലോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമില്ല, ഇവിടെ ലെഫ്റ്റ് എൻഡിൽ റിജിഡ് സപ്പോർട്ടാണ്. അതായത് ഇത് കാൻഡിലിവർ ബീമാണ്. ഓക്കെ, യൂണിഫോംലി ഇൻക്രീസിങ് ലോഡ്, മാക്സിമം ലോഡ് W0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. എല്ലാ സ്റ്റെപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ്
ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഡയഗ്രാമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മോഡ്യൂളിൽ നോക്കാൻ പോകുന്നത് ഫ്ലെക്ചർ ഫോർമുല ആൻഡ് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഫ്ലെക്ചർ ഫോർമുലയും ഈ മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഫ്ലെക്ചർ ഫോർമുല എന്താണ് എന്ന് വെച്ചാൽ, ഒരു ബീം ബെൻഡ് ആകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന മൊമെൻറ്റും അതിൻ്റെ ഫേസിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ തരുന്ന ഒരു ഫോർമുലയാണ് ഫ്ലെക്ചർ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ബീം ഇതുപോലെ ബെൻഡ് ആവുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. ഒരു സ്ട്രെയിറ്റ് ബീം ഉണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ എൻഡ്സിൽ അല്ലെങ്കിൽ അതിലൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആർക്കിൽ ബെൻഡ് ആവുന്നു. ഈ ബീമിൽ നമ്മളൊരു ചെറിയ ഒരു സ്ക്വയർ പോർഷൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ ബീം നമ്മൾ ഫുള്ളും ഒരു ഫൈബേഴ്സും കൊണ്ട് ബിൽഡ് ചെയ്തതാണെന്ന് അസ്യൂം ചെയ്യണം. ഒരു ഫൈബറിൻ്റെ മേലെ അടുത്ത ഫൈബറിൻ്റെ മേലെ അടുത്ത ഫൈബർ, ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഈ ബീം ഫുള്ളും ഉണ്ടാക്കിയിരിക്കുക എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ റൈറ്റിൽ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് ഫൈബേഴ്സായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഈ ഫുൾ ബീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഈ ബീമിൻ്റെ ഒരു ചെറിയ സെക്ഷൻ, ഒരു സ്ക്വയർ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ആ സ്ക്വയർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫൈബേഴ്സ് എല്ലാം തന്നെ ഒരേ ലെങ്ത്തിലായിരിക്കും. ഇവിടെ റൈറ്റിൽ കണ്ടില്ലേ, ഒരേ ലെങ്ത്തിലായിരിക്കും എല്ലാ ഫൈബേഴ്സും. ഇനി അതേ ബീമിനെ നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഫൈബർ ലെങ്ത്ത് കുറയുന്നുണ്ട്, അതേപോലെ ബോട്ടം മോസ്റ്റ് ഫൈബർ ലെങ്ത്ത് കുറച്ച് കൂടുന്നുമുണ്ട്. നിങ്ങൾ കയ്യിലൊരു റബ്ബറോ അല്ലെങ്കിൽ റബ്ബർ റോഡോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബെൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കറിയാം മുകളിലത്തെ ഭാഗം കുറച്ച് ലെങ്ത്ത് കുറയും, താഴത്തെ ഭാഗം കുറച്ച് ലെങ്ത്ത് കൂടുകയും ചെയ്യും. ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ റൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഭാഗം ടോപ്പ് മോസ്റ്റ് ഫൈബറിലേക്കും ഏറ്റവും ലെങ്ത്ത് കുറയുന്നത്, താഴോട്ട് പോകും തോറും ലെങ്ത്ത് കൂടി മെല്ലെ കൂടി ലാസ്റ്റ് ബോട്ടം മോസ്റ്റ് ഫൈബർ ഏറ്റവും കൂടുതൽ ലെങ്ത്തിലായിരിക്കും. ഇനി ഇങ്ങനെ ലെങ്ത്ത് ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ലെങ്ത്ത് ഏറ്റവും കൂടിയ ഒരു പോയിന്റ് വരെ ഗ്രാജുവലായിട്ടാണ് ലെങ്ത്ത് ഇൻക്രീസ് ആവുന്നത് ഓരോ ഫൈബറിലും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈബറിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ, ഈ ബീമിൻ്റെ ഏതെങ്കിലും ഒരു ലൈനിൽ നമുക്ക് കാണാൻ പറ്റും ഈ ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫൈബറിൻ്റെ ലെങ്ത്തും ബെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫൈബറിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫൈബറിൽ ഇവിടെ ലെങ്ത്ത് കൂടി വരില്ലമില്ല. അപ്പോൾ ഇനീഷ്യൽ സിറ്റുവേഷനും ഫൈനൽ സിറ്റുവേഷനും ഒരേ ലെങ്ത്തുള്ള ഏതെങ്കിലും ഒരു ഫൈബർ ഉണ്ടാകും. ആ ലൈനിലാണ്, ആ ബീമിൻ്റെ ആ ഒരു ലൈനിലാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലെക്ചർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസ് ഇവിടെ എഴുതിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഒരു ബീം കൺസിഡർ ചെയ്യുക, ആ ബീമിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസും കൺസിഡർ ചെയ്യുക. LA എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ നമ്മൾ ആദ്യം എടുത്തൊരു സെക്ഷനിൽ സ്ക്വയർ സെക്ഷൻ, ആ സ്ക്വയർ സെക്ഷൻ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൻ്റെ ആ സ്ക്വയർ സെക്ഷനകത്തുള്ളൊരു ഫൈബർ നമ്മൾ ലെങ്ത്ത് Δx എന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് y ഡിസ്റ്റൻസിൽ നമ്മൾ വേറൊരു ഫൈബർ കൺസിഡർ ചെയ്തിട്ടുണ്ട് AB. ആ ഫൈബറിൻ്റെ ലെങ്ത്താണ് Δs. ഇതാണ് ഇനീഷ്യൽ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഈ ബീമിനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ആ ഫൈബർ ലെങ്ത്ത് മാറില്ലല്ലോ, അതിനാണ് നമ്മൾ Δx തന്നെയാണ് അവിടെ എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് മാറിയിട്ടില്ല അതിൻ്റെ. ഓക്കെ, ഇനി ആ ഫൈബറിൽ AB ഫൈബർ y ഡിസ്റ്റൻസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസിലെടുത്ത AB ഫൈബർ, അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് മുകളിലോട്ട് പോകുമ്പോൾ ലെങ്ത്ത് കുറയുന്നതും ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൻ്റെ താഴെ പോകുമ്പോൾ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുക ഫൈബറിൻ്റെ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ Δs' എന്ന് എടുത്തിട്ടുണ്ട്. ഈ ബീം ഒരു കർവ് ഷേപ്പിലാണ്, ആർക്കിൻ്റെ ഷേപ്പിലാണ്, ബെൻഡാണ്, അതായത് കർവ്ഡാണ്. കർവ് ആണെങ്കിൽ അതിനൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. നമ്മൾ പോയിൻ്റ് Oന് സെൻറ്റർ ഓഫ് കർവേച്ചറായിട്ട് അസ്യൂം ചെയ്യണം. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ റോ, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അതിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറായി എടുക്കുന്നു, റോ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ AB ഫൈബറിൻ്റെ ഡിസ്റ്റൻസ് എന്തായാലും റോ മൈനസ് y ആയിരിക്കും. ഇവിടെ അതൊന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ C ഡിസ്റ്റൻസ് എന്താ വെച്ചാൽ, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ C ആയിട്ട് എടുക്കുന്നത്. ബീമിൻ്റെ ഏറ്റവും ടോപ്പത്തെ ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ C ആയിട്ട് എടുക്കുന്നത്. നമുക്കറിയാം ലീനിയർ
എക്സ്പാൻഷൻ അല്ലെങ്കിൽ എലോങ്ങേഷൻ. ഓക്കെ, ലീനിയർ സ്ട്രെയിൻ. ഈ ഓരോ ഫൈബറിലും നമ്മൾ ഉണ്ടാകുന്ന ലീനിയർ സ്ട്രെയിനിനെ അസസ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമുക്കറിയാം എപ്സിലോൺ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്താണ്? ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ബൈ ഇനീഷ്യൽ ലെങ്ത്, അങ്ങനെയാണല്ലോ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഇനീഷ്യൽ ലെങ്ത്. അപ്പോൾ ഫസ്റ്റ് ഈ എ ബി ഫൈബറിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എസ് ആയിരുന്നു. ഫൈനൽ സിറ്റുവേഷനിൽ അത് ഡെൽറ്റ എസ് ഡാഷ് ആയി. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ എസ് ഡാഷ് മൈനസ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ എസ്, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഈ ആർക്ക് ലെങ്ത്താണ്. ഈ ആർക്ക് ലെങ്ത്തിനെ ആംഗിളായിട്ടും ആർക്കിൻ്റെ റേഡിയസ് ആയിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആർക്ക് ലെങ്ത് ഫോർമുല. തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ നമുക്കറിയാമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ എക്സ്പ്രസ് ചെയ്യുക. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു മൈനസ് വൈ ബൈ റോ എന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇവിടെ വൈ എന്നാൽ നമ്മൾ ഏതൊരു ഫൈബറാണോ കൺസിഡർ ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസിലാണോ, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഡിസ്റ്റൻസ്. റോ എന്നുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി മാക്സിമം ലീനിയർ സ്ട്രെയിൻ അതെങ്ങനെ കിട്ടുക? മാക്സിമം ലീനിയർ സ്ട്രെയിൻ നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് ഫൈബറിലായിരിക്കും. ഈ കേസിൽ ഇവിടെ സിമെട്രിക്കലാണെങ്കിൽ, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ബീമിനെ സിമെട്രിക്കലാണെങ്കിൽ ബോട്ടം മോസ്റ്റ് ഫൈബറും ടോപ്പ് മോസ്റ്റ് ഫൈബറും ഉണ്ടാകും. സിമെട്രിക്കൽ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയാണോ കൂടുതൽ ഡിസ്റ്റൻസ്, സി എവിടെയാണോ കൂടുതൽ അവിടെയായിരിക്കും മാക്സിമം ലീനിയർ സ്ട്രെയിൻ വേണ്ടത്. അപ്പോൾ മാക്സിമം ലീനിയർ സ്ട്രെയിൻ സി ഡിസ്റ്റൻസിലായിരിക്കും. അതിൻ്റെ മോഡുലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ മാക്സ് ഈക്വൽ ടു സി ബൈ റോ എന്ന് കിട്ടും. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എപ്സിലോൺ വൈ, അതായത് വൈ ഡിസ്റ്റൻസിലുള്ള ഒരു ഫൈബറിൻ്റെ മേത്തുള്ള ലീനിയർ സ്ട്രെയിൻ, അതിനെ മാക്സിമം ലീനിയർ സ്ട്രെയിൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എപ്സിലോൺ വൈ ഈക്വൽസ് മൈനസ് വൈ ബൈ സി ഇൻറ്റു എപ്സിലോൺ മാക്സ്. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് വേറൊരു റിസൾട്ടും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിലും തമ്മിലുള്ള റിലേഷൻ, യങ്സ് മോഡുലസ് വെച്ചുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിനിനെ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്നുള്ളൊരു ഫോർമുല എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെയും ഒരു ഇക്വേഷൻ കിട്ടും. സിഗ്മ അറ്റ് വൈ ഈക്വൽസ് മൈനസ് വൈ ബൈ സി ഇൻറ്റു സിഗ്മ മാക്സ്. ഓക്കെ, ഇനി ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലും നമുക്കറിയാം കംപ്രസീവ് ഫോഴ്സസ് അപ്ലൈ ആവുന്നുണ്ട്. ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ ടെൻഷൻ അപ്ലൈ ആവുന്നുണ്ട്. ഈ ബീം ട്രാൻസ്ലേഷണൽ എക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സസിൻ്റെ സം എടുത്ത് 0 ആയിരിക്കും. പക്ഷേ അതേ സമയത്ത് ഈ രണ്ട് ഫോഴ്സസിൻ്റെ മൊമെൻറ്റ് 0 ആയിരിക്കില്ല. കാരണം അവർ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ അബൌട്ട് മൊമെൻറ്റ് 0 അല്ല. അതേ സമയത്ത് രണ്ട് ഫോഴ്സസിൻ്റെയും സം എടുത്താൽ അത് 0 ആണ്. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് വേറൊരു ഡെറിവേഷൻ ഉണ്ട്. നമുക്കറിയാം അലോങ് ദ ക്രോസ് സെക്ഷൻ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സ്മോൾ ഫോഴ്സ് ഡി എഫ് ഈക്വൽസ് സിഗ്മ വൈ ഇൻറ്റു ഡി എ, ഫോഴ്സ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. അതിന് നമ്മൾ സിഗ്മ മാക്സിൻ്റെ ടേംസിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് നെറ്റ് ഫോഴ്സ് കിട്ടാൻ നമ്മൾ ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം സിഗ്മ മാക്സ് ബൈ സി ഇൻറ്റഗ്രൽ വൈ ഡി എ ഈക്വൽസ് 0 കിട്ടും. ഇവിടെ സിഗ്മ മാക്സ് എന്തായാലും 0 അല്ല, സിയും ഇൻഫിനിറ്റി അല്ല. അപ്പോൾ എന്തായാലും ഇൻറ്റഗ്രൽ വൈ ഡി എ തന്നെ 0 ആവണം. ഇൻറ്റഗ്രൽ വൈ ഡി എ 0 ആണെങ്കിൽ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റഗ്രൽ വൈ ഡി എ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ ആണ്. അത് 0 ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് ഏരിയയുടെ സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ഒരു ആക്സിസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ വൈ ഡിസ്റ്റൻസ് എടുത്തതെല്ലാം ന്യൂട്രൽ ആക്സിസിൽ നിന്നാണ്. ന്യൂട്രൽ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ന്യൂട്രൽ ആക്സിസ് തന്നെയാണ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 3 റിസൾട്ട് കിട്ടി. ഇനി അടുത്തത് നെറ്റ് മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നെറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഇൻറ്റഗ്രൽ ഡി എം ഈക്വൽസ് ഇൻറ്റഗ്രൽ ഡി എഫ് ഇൻറ്റു വൈ. ഡി എഫ് ആണ് സ്മോൾ ഫോഴ്സ്, വൈ ആണ് ന്യൂട്രൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി നെറ്റ് മൊമെൻറ്റ് കിട്ടാൻ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മാക്സ് ബൈ സി ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് നമുക്ക് കിട്ടും. ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്താണ്? സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എം ഈക്വൽ ടു സിഗ്മ മാക്സ് ബൈ സി ഇൻറ്റു ഐ.
എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഐ സെഡ് എന്ന രീതിയിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെഡ് ആക്സിസ് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ സിഗ്മ മാക്സ് ഈക്വൽ ടു mz/c/i. ഓക്കെ, അതിനെ നമുക്ക് സിഗ്മ അറ്റ് വൈ ആണ് എഴുതണമെങ്കിൽ സിഗ്മ അറ്റ് വൈ ഈക്വൽ ടു mz, സിക്ക് പകരം ഇവിടെ വൈ കൊടുക്കുക, y/i. ഇതാണ് നമ്മുടെ ഫ്ലക്ചർ ഫോർമുല. ഇവിടെ കാണുന്നത് ഫ്ലക്ചർ ഫോർമുലയും ടോർഷൻ ഫോർമുലയും തമ്മിലുള്ള അനലോജിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതിന് ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം നോക്കാം. നമ്മുടെ പ്രോബ്ലം തന്നിട്ട് ബീം ഷോൺ ഹാസ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻ ദ ഷേപ്പ് ഓഫ് എ ചാനൽ. ചാനൽ എന്താണെന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ്റെ ഒരു വ്യൂ തന്നിട്ടുണ്ട് നമുക്ക്. ഡിറ്റർമൈൻ ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ദാറ്റ് അക്കേഴ്സ് ഇൻ ദ ബീം അറ്റ് സെക്ഷൻ AA. ഇവിടെ AA കണ്ടില്ലേ ഫിഗറിൽ? ആ AA സെക്ഷനിൽ അവിടെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ എത്രയാണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ആ ചാനലിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ബീമിൽ, ഈ കാൻഡിലിവർ ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇവിടെ തന്നിട്ടുണ്ട്, 2.6 kN. അതൊരു ആംഗിളിലാണ് എന്നും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ചാനൽ സെക്ഷൻ്റെ, ക്രോസ് സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം സെൻട്രോയിഡ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ സെൻട്രോയിഡിൻ്റെ ഫോർമുല നമുക്കറിയാം σy_a/σa. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻ നമുക്കിതിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാമല്ലോ. അതായത് ഇവിടെ ലെഫ്റ്റിൽ എൻഡിലും റൈറ്റ് എൻഡിലും ഓരോ റെക്റ്റാങ്കിൾസ് ഉണ്ട്. ആ റെക്റ്റാങ്കിൾസിൻ്റെ സെൻട്രോയിഡിൻ്റെ നമുക്ക് വൈ കോർഡിനേറ്റ്സ് അറിയാം. അതേപോലെ മുകളിലത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ വൈ കോർഡിനേറ്റ്സും അറിയാം. അതാണ് ഈ ഫോർമുലയിൽ σy_a വൈ വരിക. എ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ഏരിയാസ്. ഓക്കെ, അതവിടെ ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സെൻട്രോയിഡ് കിട്ടുന്നുണ്ട്. ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനായിരിക്കും എന്ത്, ന്യൂട്രൽ ആക്സിസ്. ഇനി നമുക്ക് ആ സെക്ഷനിൽ കൂടെ ഉള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമിൽ പഠിച്ച പോലെ തന്നെ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് ആ 2.6 kN ഫോഴ്സ് ഒരു ആംഗിളാണെന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ കോമ്പണൻസ് മാത്രം കണക്കിലെടുത്താൽ മതി. ഇവിടെ എമ്മിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് മൊമെൻറ്റ് എമ്മും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. ഇവിടെ നമുക്കറിയാം ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് 3 റെക്റ്റാങ്കിൾസ് വെച്ചാണ്. അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുല യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ ഈ ഒരു കോംപ്ലക്സ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. റെക്റ്റാങ്കിൾ നമുക്കറിയാം BD³/12 ആണ്. അത് വെച്ചിട്ട് ഇവിടെ നോക്കൂ, BD³/12 പ്ലസ് A × y². അതെന്താണ്? പാരലൽ ആക്സിസ് തിയറം അല്ലേ? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ റെക്റ്റാങ്കിൾസിനെയും അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഇനി നമുക്ക് എന്താണ്, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണം. നമ്മൾ ഡെറിവേഷനിൽ നോക്കിയ പോലെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ദൂരം കൂടിയ പോയിന്റിലാണ്. ഇവിടെ ഈ ഫിഗറിൽ ന്യൂട്രൽ ആക്സിസ് വരച്ച് വെച്ചിട്ടുണ്ട് NA എന്നാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ദൂരം കൂടിയ ദൂരം കൂടിയ പോയിൻ്റ് മുകളിലല്ല ഈ ഫിഗറിൽ, പക്ഷേ താഴോട്ടാണ്, ബോട്ടം മോസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ബോട്ടം മോസ്റ്റ് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ C. പിന്നെ ഫോർമുലയിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. സിഗ്മ മാക്സ് ഈക്വൽ ടു mc/i. അവിടെ എമ്മിൻ്റെയും സിൻ്റെയും ഐൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ മാക്സ് ഈക്വൽ ടു 16.2 MPa കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഷിയർ ഫോർമുലയാണ്. ഇതുപോലെ ഒരു ബീം കൺസിഡർ ചെയ്യാം. ബീമിൽ നമുക്കറിയാം ലോഡ് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാവാം. അതാണ് ഇവിടെ ഒരു വേരിയിങ് കർവ് ആയിട്ട് ലോഡ് കാണിച്ചിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാവാം. ആ ഒരു ബീമിൽ നമ്മളൊരു dx തിക്നെസ് ഉള്ള ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുക. നമ്മൾ മുറിച്ചെടുത്ത പോലെ കൺസിഡർ ചെയ്യുക. അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ റൈറ്റ് കൊടുത്തിരിക്കുന്നത്.
dx തിക്നെസ് ഉണ്ട്, ന്യൂട്രൽ ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മൾ മുറിച്ചെടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. ആ എലമെൻറ്റാണ് ഇവിടെ ഡാർക്ക് കളറായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ആ എലമെൻറ്റ് തുടങ്ങുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വൈ ഡാഷ് ഡിസ്റ്റൻസിലാണ്. വൈ ഡാഷ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എലമെൻറ്റിൻ്റെ ഫേസിന് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ആ ഏരിയയാണ് നമ്മൾ എ ഡാഷ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ഏരിയയുടെ സെൻറ്റർ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയാം. ആ ഏരിയയുടെ സെൻട്രോയിഡ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വൈ ബാർ ഡാഷ് ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ ഈ എലമെൻറ്റിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ടി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ എലമെൻറ്റിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നോർമൽ ഫോഴ്സസും ഉണ്ടാവും ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ബീം സാഗിങ് ആണെങ്കിൽ, സാഗാണ് ചെയ്യണതെങ്കിൽ നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലോട്ട് കംപ്രസീവ് ഫോഴ്സസ് ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ട് ടെൻസൈൽ ഫോഴ്സസ് ആയിരിക്കും. dx തിക്നെസ് ഉള്ളൊരു എലമെൻറ്റിൽ ആ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എം മൊമെൻ്റാണ് ആക്ട് ചെയ്യുന്നത് എന്ന് കൺസിഡർ ചെയ്താൽ ഒരു തിക്നെസ് കഴിയുമ്പോൾ എം തന്നെ ആയിരിക്കില്ലല്ലോ, കുറച്ചുകൂടെ മൊമെൻറ്റ് കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടോ, ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതിനാണ് നമുക്ക് റൈറ്റ് സൈഡിൽ എം പ്ലസ് ഡി എം എന്നെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോഴ്സസും ഒരു സൈഡിൽ ഡി എഫ് ഡബിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ ആ തിക്നെസ് dx തിക്നെസ് ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലെത്തുമ്പോൾ ആ ഫോഴ്സിന് കുറച്ച് മാറ്റം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഡി എഫ് ഡാഷ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷൻ നോക്കാം. ഈ ഒരു എലമെൻറ്റ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുകൊണ്ട് നമ്മൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കണം. ഓക്കെ, അലോങ് ദി എക്സ് ആക്സിസ്. ഫോഴ്സിൻ്റെ ഫോർമുല അറിയാം, സ്ട്രെസ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ സിഗ്മ ഡാഷ് ഡി എ ഡാഷ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സിഗ്മ ഡി എ ഡാഷ് ആക്ട് ചെയ്യുന്നത്. എ ഡാഷ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷെയ്ഡഡ് ഏരിയ ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് ഫോഴ്സസ് ഈക്വൽ അല്ല, ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ട എക്സ്ട്രാ ഷിയർ സ്ട്രെസ് ആയിട്ട് അവിടെ ആ ബീമിൽ ആക്ട് ചെയ്യുന്നത്, ബീമിൻ്റെ സർഫസിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്, ബീമിൻ്റെ ഫേസിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഫോഴ്സസിനൊക്കെ ഇക്വേറ്റ് ചെയ്യണം. ആ ഒരു എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഫോഴ്സസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ സിഗ്മ ഡാഷ് ഡി എ ഡാഷ് മൈനസ് ഇൻ്റഗ്രൽ സിഗ്മ ഡി എ ഡാഷ് മൈനസ് ടോ ടി ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതിൻ്റെ നമ്മൾ ടോ ടി ഡി എക്സിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അതേപോലെ സിഗ്മ നമുക്ക് ഫ്ലെക്സർ ഫോർമുലയുടെ റിലേഷൻ വെച്ചിട്ട് സിഗ്മനെ എം വൈ ബൈ ഐ ആ ഫോർമുല എഴുതാൻ പറ്റും. അതേപോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എം പ്ലസ് ഡി എം ആണ് എന്ന് നമ്മൾ നോക്കി. എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഡി എ എന്ന് നമുക്ക് സിഗ്മ ഡാഷ് ഡി എ ഡാഷിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ സിഗ്മ ഡി എ ഡാഷിനെ നമുക്ക് എം വൈ ബൈ ഐ എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടോവിൻ്റെ ടേംസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോ ഈക്വൽ ടു 1 ബൈ ഐ ടി ഡി എം ബൈ ഡി എക്സ് ഇൻ്റഗ്രൽ വൈ ഡി എ ഡാഷ് എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ വൈ ഡി എ ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഏരിയ എ ഡാഷ്, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ എ ഡാഷ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്, അതാണല്ലോ ഇൻ്റഗ്രൽ വൈ ഡി എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇൻ്റഗ്രൽ ഫോമിലും എഴുതാം, അതല്ലാണ്ട് ഡിസ്ക്രീറ്റ് ഫോമിലും എഴുതുകയാണെങ്കിൽ നമുക്ക് ഏരിയ ഡിസ്ക്രീറ്റായിട്ട് അറിയാം. അതേപോലെ അതിൻ്റെ സെൻട്രോയിഡ്, ആ ഏരിയയുടെ സെൻട്രോയിഡും നമുക്ക് ന്യൂട്രൽ ആക്സിസിന് എത്ര ദൂരത്തിലാണ് എന്ന് അറിയാമെങ്കിൽ നമ്മളതിനെ വൈ ബാർ ഡാഷ് ഇൻറ്റു എ ഡാഷ് എന്ന് എഴുതാമല്ലോ. വൈ ബാർ ഡാഷ് എന്നിവിടെ പറയുന്നത് ആ ഏരിയയുടെ സെൻട്രോയിഡ് ഫ്രം ന്യൂട്രൽ ആക്സിസ്, ആ ഡിസ്റ്റൻസാണ് വൈ ബാർ ഡാഷ്. എ ഡാഷ് എന്ന് പറയുന്നത് ആ ഏരിയയുടെ ആ ഒരു ഷെയ്ഡഡ് റീജൻ്റെ ഏരിയ. അതിനെ നമ്മൾ ക്യൂ എന്നുള്ള വേരിയബിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമിൽ പഠിച്ചപ്പോൾ അവിടെ ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാമിൽ നമ്മൾ ഏതൊരു പോയിൻറ്റിലും ഷിയർ ഡയഗ്രാമിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, അതായത് ഡി വി ബൈ ഡി എക്സ് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡായിരിക്കും കിട്ടുന്നത്.
അതായത് dv/dx നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് W ആ പോയിന്റിൽ എത്ര ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കിട്ടും. അതേപോലെ dm/dx മൊമെൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമിൻ്റെ സ്ലോപ്പ് dm/dx നമ്മൾ ഏത് പോയിന്റിൽ എടുക്കുകയാണെങ്കിലും ആ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. അതായത് dm/dx = V. ആദ്യം കിട്ടിയത് dv/dx = W ലോഡ്, അതാണ് ഷിയർ ഡയഗ്രാമും ലോഡും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ dm/dx = V ബെൻഡിങ് ഡയഗ്രാമും ഷിയറും തമ്മിലുള്ള റിലേഷൻ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന dm/dxനെ നമ്മൾ V കൊണ്ട് റിപ്ലേസ് ചെയ്യണം. അപ്പോൾ τ = VQ/IT എന്നുള്ള ഫോമിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും. ഇതാണ് ഷിയർ ഫോർമുല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ τ എന്ന് പറയുന്നുള്ള ഷിയർ ആക്ട് ചെയ്യുന്ന ഓരോ ഫൈബറിനും പാരലായിട്ടാണ്. നമ്മൾ ഫൈബറിൻ്റെ ഒരു ബീമിനെ നമുക്ക് കുറേ ഫൈബർ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലെയാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണല്ലോ ഒരു ഡെറിവേഷൻ എടുത്തത്. അതിൽ നമ്മൾ എടുത്ത പോലെ ഇമാജിൻ ചെയ്യുക. ഇവിടെ τ എന്നുള്ളത് ഓരോ ഫൈബറിനും പാരലായിട്ടുള്ളതാണ്. പക്ഷേ V എന്ന് പറയുന്നത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമിലൊക്കെ യൂസ് ചെയ്ത പോലെ ഓരോ ക്രോസ് സെക്ഷനും പാരലായിട്ടാണ്. ഈ ഫിഗറിൽ താഴെ ഈ നമ്മൾ ഷെയ്ഡഡ് റീജിയൻ്റെ ജസ്റ്റ് താഴെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെച്ചിട്ടില്ലേ, ആ റെക്റ്റാങ്കിളിന് പാരലായിട്ടായിരിക്കും എക്സ് ഡയറക്ഷനിൽ പാരലായിട്ട് ഈ ഒരു ഡയഗ്രാമിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഫോഴ്സസ് കൺസിഡർ ചെയ്യണമല്ലോ, DF', DF', അതിൻ്റെ പാരലായിട്ടായിരിക്കും ടോ ആക്ട് ചെയ്യണത്. പക്ഷേ V എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷന് പാരലായിട്ടാണ്. ഈ ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്ന ഡയറക്ഷനിലാണ് V ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇതിന് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ബീം തന്നിട്ടുണ്ട്, ഒരു എൻഡ് പിൻ കണക്റ്റഡ് ആണ്, മറ്റേ എൻഡ് റോളർ കണക്റ്റഡ് ആണ്. അതിൽ 6.5 kN/m എന്നുള്ള യൂണിഫോം ലോഡ് ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ T ഷേപ്പിലാണ്. ആ T ഷേപ്പിൻ്റെ ഡയമെൻഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ, അതായത് ഈ ബീമിനെ സ്റ്റേബിളായിട്ട് വെക്കാനുള്ള ഓരോ ഫൈബറിനും പാരലായിട്ട് ബീമിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെയും റെക്റ്റാങ്കിൾസ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം y bar = σ/YA/σA. അത് വെച്ചിട്ട് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. 1.2 meters. ബീമിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിൻ്റിൽ നിന്ന് 0.12 meters ആണെന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് ക്രോസ് സെക്ഷൻ അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് അത് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്. അപ്പോൾ ആ ന്യൂട്രൽ ആക്സിസിനെ ചുറ്റും ഈ ഒരു ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ BD³/12 + A×y². പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ T സെക്ഷനിൽ നോക്കുക. ഈ T സെക്ഷനിൽ ഒരു സെക്ഷൻ വേർട്ടിക്കലായിട്ടുണ്ട്, ഒരു സെക്ഷൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷിയർ നമുക്ക് കിട്ടുന്നത് ഈ ഹൊറിസോണ്ടൽ സെക്ഷനും വേർട്ടിക്കൽ സെക്ഷനും ഇപ്പോൾ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം. അത് രണ്ടും വേറെ പാർട്സാണ്. അത് ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഗ്ലൂവിൽ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഫേസും വേർട്ടിക്കൽ ആയിട്ടുള്ള റെക്റ്റാങ്കിളും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ആ ഷിയറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം ബീമിന്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡെറിവേഷനിൽ കണ്ട ഒരു ഷെയ്ഡഡ് റീജിയൻ A കൺസിഡർ ചെയ്തില്ലേ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന
ആ ഒരു ഷെയ്ഡഡ് റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസാണ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ ഷെയ്ഡഡ് റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസാണ് വൈ ആയിട്ട് നമ്മളെടുത്ത്. ഇവിടെ ഷെയ്ഡഡ് റീജിയൻ നമുക്ക് എടുക്കേണ്ടത് ഈ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ പീസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ലേ നമുക്ക് എടുക്കേണ്ടത്. കാരണം ആ ഒരു ജോയിൻറ്റിലാണല്ലോ ഷിയർ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് പിന്നെ അതാണ് ഇവിടെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്. അതേപോലെ വൈ ബാർ ഡാഷ് എന്നുള്ളത് ഈ ഒരു ഹൊറിസോണ്ടൽ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആയിരിക്കും. എ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ഹൊറിസോണ്ടൽ റെക്ടാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ ക്യൂ കണ്ടുപിടിക്കണം. ഇത് സിമ്പിൾ മാത്സ് ആണ്. വൈ ബാർ ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചിരിക്കണമെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ഈ ഫേസിന് പാരലായിട്ട് ഈ ഒരു ക്രോസ് സെക്ഷൻ ഫേസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഷിയർ എത്രയാണ് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വെച്ചിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ എത്രയാണ് ഷിയർ ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഷിയറിൻ്റെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ, ഐ നമ്മൾ കണ്ടുപിടിച്ചു. ടി, ഇവിടെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ജോയിൻറ്റിൻ്റെ തിക്നെസ് ആയിരിക്കും. ഈ ഫുൾ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെക്ടാങ്കിൾ സെക്ഷൻ്റെ വിഡ്ത്ത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഷിയർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ജോയിൻറ്റിൽ മാത്രമാണല്ലോ. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ പീസും വേർട്ടിക്കൽ റെക്ടാങ്കുലർ പീസും മീറ്റ് ചെയ്യുന്നത് ആ ഒരു വേർട്ടിക്കൽ റെക്ടാങ്കിൾ പീസിൻ്റെ വിഡ്ത്തിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ടീനെ ആ ഒരു വിഡ്ത്തായിട്ട് 30 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.03 മീറ്റേഴ്സായിട്ട് എടുത്താൽ മതി. ടോമാക്സിൻ്റെ വാല്യൂ നമുക്ക് 4.88 മെഗാ പാസ്കൽസ് ആയിട്ട് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ സോൾവ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഈ മോഡലിലുള്ളത് സെക്ഷൻ മോഡുലസ് ആൻഡ് ഫ്ലെക്ചറൽ റിജിഡിറ്റിയാണ്. സെക്ഷൻ മോഡുലസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലെക്ചർ ഫോർമുലയിൽ നിന്ന് നമുക്കറിയാം സിഗ്മ മാക്സ് ഈക്വൽ ടു എം ഇൻറ്റു വൈ മാക്സ് ബൈ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ വൈ മാക്സിനെ നമ്മൾ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ ഐ ബൈ വൈ എന്ന് നമുക്ക് എഴുതാം. ഈ ഐ ബൈ വൈ എന്നുള്ള റേഷ്യോനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഈ സെക്ഷൻ മോഡുലസിനെ നമ്മൾ സെഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു എം ബൈ സെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ സെക്ഷൻ മോഡുലസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്കൊരു ബീമിൻ്റെ ഫെയിലിയറിൻ്റെ ചാൻസസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് എത്രയും പറ്റുമോ അത്രയും കുറയ്ക്കാനല്ലേ നോക്കുക. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കണം. ഇവിടെ ഈ ഇക്വേഷനിൽ സിഗ്മ ഈക്വൽ ടു എം ബൈ സെഡ് എന്ന് എഴുതാം എന്ന് നമ്മൾ നോക്കി. സ്ട്രെസ്സ് കുറയ്ക്കുകയാണെങ്കിൽ എൽ എച്ച് എസിൽ സിഗ്മയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ ആർ എച്ച് എസിൽ സെഡിൻ്റെ വാല്യൂ കൂടണം. കാരണം സെഡ് ഡിനോമിനേറ്ററിലാണല്ലോ. അപ്പോൾ സിഗ്മയുടെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ സെഡിൻ്റെ വാല്യൂ കൂട്ടണം. അപ്പോൾ ബീമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്നത്ര സെക്ഷൻ മോഡുലസ് ഐ ബൈ വൈ റേഷ്യോ കൂട്ടാനാണ് ശ്രമിക്കുക. അതാണ് സെക്ഷൻ മോഡുലസിൻ്റെ ഇമ്പോർട്ടൻസ്. അടുത്തത് ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഫ്ലെക്ചറൽ റിജിഡിറ്റിയുടെ ഡെഫിനിഷൻ that bending moment for which the radius of curvature is 1 unit is called flexural rigidity. നമ്മൾ എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ എന്നുള്ള റേഷ്യോ ആദ്യം നോക്കിയിട്ടുണ്ട്. ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്നുള്ളത് 1 യൂണിറ്റ് ആവുമ്പോൾ 1 യൂണിറ്റ് നമ്മൾ ഏത് യൂണിറ്റാണ് കൺസിഡർ ചെയ്യുന്നത്, അതിപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ അത് നമ്മൾ ഫുള്ളും സെൻറ്റിമീറ്റേഴ്സിലാണെങ്കിൽ എടുക്കണമെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെ ആറിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 1 കൊടുത്താൽ എം ഈക്വൽ ടു ഇ ഐ എന്ന് നമുക്ക് എഴുതാം. ഈ ഇ ഇൻറ്റു ഐ എന്നുള്ള പ്രൊഡക്റ്റാണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഇതിനെ നമുക്ക് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ബീം ടുവേർഡ്സ് ബെൻഡിങ് എന്നും പറയാം. ഓക്കെ, ഇതോടെ ഈ മോഡലിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ തീർന്നിരിക്കണം.